സ്രാവ് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു കടൽ മത്സ്യമാണ്. വലിപ്പം കൊണ്ട് കടലിലെ ഭീമന്മാർ തിമിംഗലമാണെങ്കിൽ കടൽ ജീവികൾക്ക് തിമിംഗലത്തെക്കാൾ പേടി സ്രാവിനെയാണത്രേ. ആക്രമണ സ്വഭാവം കൂടുതലായതിനാലും വേഗത്തിൽ അസാമാന്യ കഴിവുള്ളതിനാലും കടൽ ജീവികൾക്ക് പുറമെ കടലിലേക്ക് പോകുന്ന മനുഷ്യരുടെയും പേടി സ്വപ്നമാണ് സ്രാവുകൾ. സ്രാവുകളുടെ ശരീരം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. സ്രാവുകൾക്ക് ക്യാൻസർ വരുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. കൂടാതെ ഞെട്ടിക്കുന്ന ആയുർദൈർഘ്യവും പെട്ടെന്ന് മുറിവുകൾ കരിയാനുള്ള ചില പ്രത്യേകതകളും സ്രാവുകളുടെ ശരീരത്തിനുണ്ട്. കൊമ്പൻ സ്രാവുകളുടെ ഈ പ്രത്യേകതയ്ക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കടൽ മത്സ്യങ്ങളിൽ ഇന്നുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ളത് സ്രാവുകൾക്കാണ്. എന്നാൽ ഇവയിൽ തന്നെ പ്രത്യേകതകൾ പലതുള്ള കൊമ്പൻ സ്രാവ് എന്ന ഇനവുമുണ്ട്. വലുപ്പത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്താണെങ്കിലും വേഗത്തിലും മറ്റു കാര്യങ്ങളിലും കൊമ്പൻ സ്രാവുകൾ തന്നെയാണ് ഒന്നാമത്. വേട്ടയാടാനുള്ള കഴിവിലും മറ്റ് ജനിതക പ്രത്യേകതകളിലും കൊമ്പൻ സ്രാവ് മുന്നിലാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. സ്രാവുകളുടെ ജീനിന്റെ 60% മനുഷ്യരുടേതിന് സമാനമാണെന്ന് ഗവേഷകർ പറയുന്നു. മനുഷ്യരിലുള്ളതുപോലെ ആവർത്തിക്കുന്ന ജനിതക ഘടകങ്ങൾ സ്രാവുകളിലും കാണാം. എന്നാൽ സ്രാവുകളിൽ ഒരു വ്യത്യാസമുണ്ട്. ഈ ആവർത്തിക്കുന്ന ജനിതക ഘടകങ്ങൾ ചേർന്ന് ലൈൻസ് എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ജനിതക ഘടകങ്ങളായി മാറും. ഈ ലൈനുകൾ സ്വന്തം പകർപ്പുകളാക്കി സൂക്ഷിക്കുന്നവയാണ്. തുടർന്ന് ഇത്തരം പകർപ്പുകൾ DNA-യിൽ അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഉപയോഗിക്കും. DNA-യിൽ തുടർച്ചയായി ഉണ്ടാകുന്ന തകർച്ചയാണ് വൈകാതെ ജനിതക മ്യൂട്ടേഷൻ വരുത്തുന്നതും ഇതുവഴി ക്യാൻസറിന് കാരണമാകുന്നതും. എന്നാൽ സ്രാവുകളിലെ ലൈനുകളുടെ പ്രവർത്തനം ഇത്തരം ജനിതക മ്യൂട്ടേഷനുകൾ ഒഴിവാക്കും. അതുവഴി ക്യാൻസർ